മെയ് 10-ാം തീയതി വേൾഡ് ലൂപ്പസ് ഡേ ആണ്. അപ്പോൾ പലരും ചോദിക്കാം, എന്താണ് ലൂപ്പസ്? സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ചുരുക്കപ്പേരാണ് ലൂപ്പസ്. അപ്പോൾ ലൂപ്പസ് എന്ന പദം വന്നത് ചെന്നായ എന്നർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ലൂപ്പസ് എന്ന് വന്നത്. കാരണം ഈ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസിൽ ഈ മുഖത്ത് ചുവന്ന പാടുകളായിട്ട് കാണാറുണ്ട്. അപ്പോൾ പണ്ട് വിചാരിച്ചിരുന്നത് ഈ ചെന്നായ നമ്മളെ മാന്തി കഴിയുമ്പോൾ ഈ അങ്ങനത്തെ ഉള്ള പാടുകളാണെന്ന് വന്ന ഒരു ധാരണയിൽ നിന്ന് അന്ന് ഉത്ഭവിച്ച പേരാണ് ലൂപ്പസ്. അതുകൊണ്ട് ഇതിനെ എല്ലാവരും ചുരുക്കത്തിൽ ലൂപ്പസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ അസുഖം കുറച്ച് മിമിക്കറാണെന്ന് പറയാം, ഒരു മാസ്കറേഡർ ആണെന്ന് പറയാം. എന്ത് ലക്ഷണങ്ങളായിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പല അസുഖങ്ങളെയും മിമിക് ചെയ്യുന്ന അസുഖങ്ങളായതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളെല്ലാവരും അവെയർ ആയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് വേൾഡ് ലൂപ്പസ് ഡേ മെയ് 10. അപ്പോൾ ഈ ദിവസം ഇതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതിൻ്റെ ഡയഗ്നോസിനെ കുറിച്ചുമൊക്കെ ആളുകളിൽ നമ്മൾ ഇൻഫർമേഷൻ എത്തിക്കാനുമായിട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഗ്ലാക്സൺ അലക്സ്. ഞാൻ തിരുവനന്തപുരത്തുള്ള റുമാ കെയർ എന്ന റുമറ്റോളജി സെൻറ്ററിലെ കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ SLE എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ചാണ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്. അപ്പോൾ ഈ അസുഖം അത്ര സുപരിചിതമല്ല എല്ലാവർക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇത് സ്ത്രീകളിൽ കാണുന്ന ഒരു അസുഖമാണ്. അധികമായി സ്ത്രീകളിൽ കാണുന്നതാണ്. ഏത് ആബാലവൃദ്ധ ജനങ്ങളിലും വരാമെങ്കിലും അധികമായി സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. അതും അവരുടെ ഒരു പ്രൈം ഏജിലാണ് ഇത് പിടിപ്പെടുന്നത്. അതായത് അവരുടെ 25 വയസ്സ് 35 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീകളിലാണ് അധികവും കണ്ടുവരുന്നത്. എന്നാൽ കുട്ടികളിലും കാണാം കേട്ടോ, ചില പ്രായമായവരിലും കാണാം. പക്ഷേ റെയറാണ്. അധികവും ഈ ഒരു പ്രായത്തിലാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലൂപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് മാസ്കറേഡർ ആണെന്ന് പറയും. അതായത് എന്തിനേയും പോലെ തോന്നിപ്പിക്കാവുന്ന രീതിയിൽ വരികയും പിന്നീട് അത് ലൂപ്പസായി വളരെ കാലതാമസം എടുത്ത് കണ്ടുപിടിക്കുന്ന എന്നത് വളരെ കോമൺ ആണ് മെഡിക്കൽ പ്രാക്ടീസിൽ. ഇപ്പോഴും ഇതിൻ്റെ ഒരു ശരിയായ ഡയഗ്നോസിസിൽ നല്ല കാലതാമസം കാണുന്നതായിട്ട് ആണ് നമ്മൾ കാണുന്നത്. കാരണം ഇതിൻ്റെ ഈ വിഭിന്നമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. മിക്കവരിലും ഇത് ആർത്രൈറ്റിസ് ആയിട്ടാണ് തന്നെ വരുന്നത്. അതായത് സന്ധികൾക്കുണ്ടാകുന്ന നീർ വേദനയും. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ജോയിൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജോയിൻസിലുള്ള നീർക്കെട്ടും വേദനയാണ് ആർത്രൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർക്ക് മിക്കപ്പോഴും ലക്ഷണങ്ങളായി വരുന്നത് ഈ സന്ധികളിലെ വേദന, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മോർണിംഗ് സ്റ്റിഫ്നെസ്, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കും, ചിലർക്ക് അരമണിക്കൂർ വരെ എടുക്കും രാവിലെ കൈയൊക്കെ ഒന്ന് വഴങ്ങി വരാൻ, കൈ മടക്കാനും മുറുക്കാനും, അടുക്കളയിൽ പോയി ഗ്യാസ് ലൈറ്റർ ഓൺ ചെയ്യാനും കുറ്റി തുറക്കാനും കീ ചെയിനൊക്കെ കീ തുറക്കാനുമൊക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പിന്നെ പോകെ വെയിലൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ബെറ്ററായി തോന്നും. അപ്പോൾ ഇത് ഒരു കോമൺ ലക്ഷണമാണ്. ചിലവർക്കിത് സ്കിൻ ഡിസീസായിട്ട് വരാം. അതായത് ഫോട്ടോ സെൻസിറ്റിവിറ്റി, വെയിലടിച്ചു കഴിഞ്ഞാൽ ചുവന്ന കുത്തുകളും പാടുകളുമായിട്ട് വരാം. പ്രധാനമായിട്ട് ഈ മുഖത്ത് മാലാർ ഏരിയ, ഇതിനെ ബട്ടർഫ്ലൈ റാഷ് എന്ന് പറയും. അവിടെ ചുവന്ന പാടുകളും വേദനയും ചൊറിച്ചിലുമായിട്ട് വരാം. ചിലവർക്ക് വായിൽ പുണ്ണ്, വിട്ടുമാറാത്ത പുണ്ണ്, അടിക്കടി ഉണ്ടാകുന്ന പുണ്ണുകൾ, പ്രധാനമായിട്ട് പാലറ്റ്, നമ്മുടെ അണ്ണാക്കിൻ്റെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പുണ്ണുകൾ, ബക്കൽ ക്യാവിറ്റിയിലുണ്ടാകുന്ന പുണ്ണുകളായിട്ട് വരാം. ചിലവർക്ക് നല്ല മുടികൊഴിച്ചിലായിട്ട് വരാം. അത് സ്കാറിങ് ആലോപേഷ്യ ആയിട്ട് വരാം. അതായത് മുടി കൊഴിയുകയും അവിടെ കറുത്ത പാടുകൾ വരികയും ചെയ്യും, വലിയ വലിയ പാടുകൾ വരികയും ചെയ്യാം. ചിലവർക്കിത് ചെവിയിലും മൂക്കിലും ഒക്കെ ആയിട്ട് ക്രസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ടും വരാം. അപ്പോൾ സ്കിൻ മാനിഫെസ്റ്റേഷൻ ഒട്ടനവധിയാണ്, ഒരുപാട് സ്കിൻ മാനിഫെസ്റ്റേഷൻസ് വരാം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും ആദ്യം പോകുന്നത്. അപ്പോൾ അവരൊരു സ്കിൻ പ്രോബ്ലമായിട്ട് അത് ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ ഈ ഒരു കാലതാമസം വരുന്നത് ഈ മൾട്ടി സിസ്റ്റം ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ചിലവർക്ക് ലക്ഷണം പനിയായിട്ടായിരിക്കും. അതായത് വിട്ടുമാറാമത്ത പനി, അടിക്കടി ഉണ്ടാകുന്ന പനി, മാസങ്ങളോളം നിൽക്കുന്ന പനി ലൂപ്പസിൻ്റെ ഒരു ലക്ഷണമാവാം. പിന്നെ ക്ഷീണം, അതായിരിക്കാം ചിലപ്പോൾ ആദ്യ ലക്ഷണങ്ങൾ. ഭയങ്കരമായ ക്ഷീണം, മുടി കൊഴിച്ചിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മൈനർ മാനിഫെസ്റ്റേഷൻസ് ആണ്. എന്നാൽ ലൂപ്പസ് അത്ര മൈനറായിട്ടുള്ള ഒരു അസുഖമല്ല. അത് ആന്തരിക അവയവങ്ങളെ കാർന്ന് പിടിക്കുകയും നമ്മുടെ ജീവന് തന്നെ അപകടം
വരുത്താവുന്ന രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റ് വരുത്താവുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് കിഡ്നികളെയാണ് ഇത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയെ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇത് വലിയ ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. കാരണം ഇത് പ്രോട്ടീൻ ലീക്കായിട്ടാണ്. അപ്പോൾ നമുക്കറിയത്തില്ല, ചിലർക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബാത്റൂമിൽ പതയായിട്ടോ നൊരയായിട്ടോ ഒക്കെ കാണാം. അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ കൂടിക്കഴിഞ്ഞ ഒരു ലെവലിൽ നമുക്ക് കാലിൽ നീരായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ലക്ഷണങ്ങൾ കുറവായിരിക്കും, പ്രോട്ടീൻ ലീക്കായിട്ടായിരിക്കും മിക്കപ്പോഴും കിഡ്നിയെ ബാധിക്കുന്നത് ലൂപ്പസ്. പിന്നെ ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യാം. അപ്പം ബ്രെയിനിനെ പല രീതിയിൽ ഇതിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ ചിലവരിത് സൈക്കോസിസ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ചില സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. സൈക്കോസിസ് ഒരു കോമൺ മാനിഫെസ്റ്റേഷനാണ്. പിന്നീട് ചിലവർക്ക് ഇത് സ്ട്രോക്കായിട്ട് വരാം. യങ് സ്ട്രോക്ക്, വളരെ ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ഒരു സൈഡ് തളർന്നു പോകുന്ന സ്ട്രോക്കായിട്ട് വരാം. ചിലപ്പോൾ നമ്മുടെ ഞരമ്പുകളെ അഫക്റ്റ് ചെയ്തിട്ട് കാലിൽ പെരുപ്പോ തരിപ്പോ, ചിലപ്പം ബലക്കുറവ്, അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ന്യൂറോപ്പതി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. മറ്റു ചിലർക്ക് ഇത് വാസ്കുലൈറ്റിസ് ആയിരിക്കാം. അതായത് രക്തക്കുഴൽ വാദമായിട്ട് വന്നിട്ട് നമുക്ക് വ്രണങ്ങളായിട്ട് കാലിൽ മറ്റുമൊക്കെ ഉണങ്ങാത്ത വ്രണങ്ങളായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ചിലവർക്ക് ലങ്സിനെ അഫക്റ്റ് ചെയ്യാം. ലങ്സിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസായിട്ട് വരാം, പ്ലൂറൽ എഫ്യൂഷൻ ആയിട്ട് വരാം. അതായത് ലങ്സ് ചുരുങ്ങി പോവുക, വിട്ടുമാറാത്തുള്ള ചുമ, കിതപ്പ്. ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, ഹാർട്ടിൻ്റെ പ്രഷർ കൂടാം, പൾമണറി ആർട്ടറിയൽ ഹൈപ്പർ ടെൻഷൻ, നന്നായി കിതപ്പ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഏത് അവയവത്തെയും ഏത് സിസ്റ്റത്തെയും ഇൻവോൾവ് ചെയ്യാവുന്ന, മുടി മുതൽ നഖം വരെ ഏത് അവയവത്തെയും അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ് ലൂപ്പസ്. അതുതന്നെയാണ് ഇതിൻ്റെ സങ്കീർണതയും ഈ ഡയഗ്നോസിസ് ഡിലേ ആവാനുള്ളത്. കാരണം ഇത് എല്ലാം ഒരാൾക്ക് വരണമെന്നില്ല. തുടക്കത്തിൽ ചിലപ്പോൾ സ്കിൻ മാനിഫെസ്റ്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ കിഡ്നി ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ അതാത് സ്പെഷ്യാലിറ്റിയിൽ തന്നെ ആയിരിക്കും വർക്കപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് കാലം ഒരുപാട് മാറി. ആളുകൾക്ക് ലൂപ്പസിനെ കുറിച്ച് ഡോക്ടേഴ്സിനും പേഷ്യൻസിനും ഒക്കെ കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഏർലി ഡയഗ്നോസിസ് ചെയ്ത് അവർ നമ്മളുടെ അടുത്തേക്ക് റെഫറൻസ് കിട്ടാറുണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അസുഖം സ്ത്രീകളെയാണ്, അവരുടെ ഒരു പ്രൈം ടൈമിലാണ്. അപ്പോൾ ഇത് ഒരു ക്രോണിക് ഡിസീസാണ്. അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന് ചെറിയ വ്യതിയാനങ്ങൾ വന്നിട്ട് അത് നമ്മുടെ തന്നെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആമവാദം അഥവാ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അങ്ങനെ വരുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് SLE. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ചില ഈ പറഞ്ഞ സെല്ലുകളുടെ തകരാറാണ്. അപ്പോൾ ഇത് ഒരു ക്രോണിക് ഡിസീസാണ്. ഒരു കുറച്ച് കാലം ചികിത്സ വേണ്ടതാണ്. അങ്ങനെയാണ് നമ്മുടെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഒക്കെ കുറച്ച് ക്രോണിക് ഇൽനെസ്സാണ്. അപ്പോൾ ഇത് ഒരു ദീർഘകാലം ചികിത്സ വേണ്ടത് തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. പക്ഷേ ആളുകൾക്ക് ഒരു 15 കൊല്ലം മുന്നേ വരെയൊക്കെ ഇതിന് വലിയ ഫലപ്രദമായ ചികിത്സയൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. കാരണം കൂടുതലും സ്റ്റിറോയിഡ്സും പെയിൻ കില്ലറും അങ്ങനത്തെ മരുന്നുകളായിരുന്നു അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ സൈഡ് എഫക്ട്സും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ പിന്നീട് ആദ്യം ഒന്ന് ഡിസീസ് കൺട്രോൾ ആവുമെങ്കിലും പിന്നീട് ഈ സൈഡ് എഫക്റ്റ് കാരണം ആളുകൾ തന്നെ പേടിച്ചത് നിർത്തുകയോ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് കാരണം മരുന്നുകൾ നിർത്തേണ്ടി വരികയോ കാണുന്നു. എന്നാൽ ഇമ്മ്യൂണോളജിയിലും റുമറ്റോളജിയിലും ഒരു വലിയ ഡെവലപ്മെൻറ്റും കുതിച്ചുചാട്ടവും ഒക്കെയാണ് അതിൻ്റെ ഗവേഷണത്തിലും. ഈ അസുഖത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഇത് എങ്ങനെയാണ് വന്നത്, ഈ തന്മാത്രകൾ എങ്ങനെയാണ് അസുഖം ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് മരുന്നുകൾ, പുതിയ മരുന്നുകളും ചികിത്സാ രീതികളുമൊക്കെ ഇപ്പോൾ SLEക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഒരു നല്ല കാലഘട്ടത്തിലാണെന്ന് പറയാം ഇപ്പോൾ SLE. അപ്പോൾ പണ്ട് SLE ഡയഗ്നോസ് ചെയ്ത ഒരാൾ ഒരു 20 കൊല്ലം മുന്നേയൊക്കെ അവരുടെ ലൈഫ് സ്പാൻ വളരെ കുറവായിരുന്നു. ഒരു 10 കൊല്ലത്തിനകത്തൊക്കെ അവർ മരണപ്പെടുക തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ഈ പുതിയ ചികിത്സാ സമ്പ്രദായവും ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർക്ക് ഇപ്പോൾ ഒരു നോർമൽ ലൈഫ് തന്നെ, നമുക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ കാണാറുണ്ട്. പക്ഷേ ശരിയായ രീതിയിൽ ഏർലി രോഗനിർണയം, അതായത് ഡയഗ്നോസിസ് ചെയ്യുകയും കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോവുകയും ചെയ്യണം. അപ്പോൾ ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഡയഗ്നോസിസ് എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, ഈ രോഗലക്ഷണങ്ങളെല്ലാം കാണുകയും ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2-3 ടെസ്റ്റുകളാണ്. അതിൽ ഏറ്റവും പ്രധാനം ANA എന്ന ടെസ്റ്റാണ്, ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി എന്ന ടെസ്റ്റ്. ഈ SLE ഉള്ള 90% ആളുകൾക്കും പോസിറ്റീവായിരിക്കും. എന്നാൽ ANA പോസിറ്റീവായ എല്ലാവർക്കും SLE വരണമെന്നില്ല. ANA ചിലപ്പോൾ സമൂഹത്തിൽ ഒരു 10% ഒരു അസുഖവും ഇല്ലാത്തവർക്കും ANA പോസിറ്റീവ് ആവും. അപ്പം ANA പോസിറ്റീവ് എന്നർത്ഥം SLE എന്നല്ല. പക്ഷേ SLE ഉള്ള 99% ആളുകൾക്കും ANA ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും.
പിന്നെ അത് കൺഫേം ചെയ്യാനായിട്ട് ചില DNA, കോംപ്ലിമെൻറ്റ് ലെവൽസ് മുതലായ ടെസ്റ്റുകളൊക്കെ പരിശോധിച്ച് നമുക്ക് ഈ SLE രോഗനിർണയം നടത്താവുന്നതാണ്. അപ്പോൾ ക്ലിനിക്കലാണ് ഡയഗ്നോസിസ്. ഇന്ന രോഗലക്ഷണങ്ങളൊക്കെ ഒരു നല്ല റുമറ്റോളജിസ്റ്റ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം ഈ ബ്ലഡ് ടെസ്റ്റുകളുടെ സഹായത്തോടെ നമുക്ക് ഡയഗ്നോസിസ് കൺഫേം ചെയ്യാം. പിന്നെ മിക്കപ്പോഴും ESR എല്ലാവർക്കും അറിയാം. ESR എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നീർക്കെട്ട് കാണിക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ഇത് SLE രോഗികളിൽ മിക്കവരിലും കൂടുതലായിരിക്കും. അപ്പം ഇത്രയും ചെറിയ ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കിഡ്നി ബയോപ്സിയൊക്കെ എടുക്കേണ്ടി വരും. നമുക്കതിൻ്റെ ഏത് ക്ലാസ്സാണ് ഈ നെഫ്രൈറ്റിസ് എന്ന് പറയും. അപ്പോൾ അതൊക്കെ രോഗനിർണയത്തിൽ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. ഇനി ഇതിൻ്റെ ചികിത്സാ രീതികൾ ഞാൻ പറയാം. അപ്പം ഒരുപാട് മരുന്നുകൾ ഇപ്പോൾ സുലഭമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറഞ്ഞ മരുന്നാണ്. ഇത് മിക്ക SLE പേഷ്യൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡ്രഗാണ്. കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ SLE. പണ്ട് മുതലേ ഒരുപാട് വർഷങ്ങൾ മുന്നേ HCQs എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അത് ഇപ്പോഴും നിലവിൽ അതിൻ്റെ സ്ഥാനം വളരെ മുകളിൽ തന്നെയാണ്. പിന്നെ കോമൺ ആയിട്ടുള്ളത് ഡിസീസ് മോഡിഫയിങ് ആൻറ്റി റൊമാറ്റിക് ഡ്രഗ്സ് ആണ്. ഈ ഫസ്റ്റ് ക്ലാസ് ഡ്രഗുകൾ അത് മിക്കപ്പോഴും മീതോട്രെക്സേറ്റ്, സൾഫസാലസിൻ, അസാത്തിയോപ്രിൻ, ലെഫ്ലൂണമൈഡ് മുതലായ മരുന്നുകളെല്ലാം ഇതിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളാണ്. പിന്നെ ഈ ടാക്രോലിമസ് മുതലായ മരുന്നുകളുമൊക്കെ ഇതിന് MMF എന്ന മുതലുകളൊക്കെ നമ്മുടെ ഓർഗൻ ഇൻവോൾവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ അസുഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ആർത്രൈറ്റിസ് ആണെങ്കിൽ ചിലപ്പോൾ മീതോട്രെക്സേറ്റ്, ലെഫ്ലോണമൈഡ്, സൾഫസാലസിൻ മുതലായ മരുന്നുകളായിരിക്കും. ഇപ്പോൾ അവയവങ്ങളെയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, ലങ്സ്, കിഡ്നിയൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ MMF അതായത് മൈക്കോഫിൻലേറ്റ് മോഫറ്റിൽ ടാക്രോലിമസ് മുതലായ മരുന്നുകളായിരിക്കും ഗുളികളായിട്ട്. പിന്നെ ഇതിന് കൂടിയ അസുഖങ്ങളുടെ കാഠിന്യം കൂടുന്നതനുസരിച്ചിട്ട് സൈക്ലോഫോസ്ഫമൈഡ് മുതലായ ഇഞ്ചക്ഷൻസിനും ഇത് വളരെ ഫലപ്രദമാണ്. പിന്നെ പുതിയതായിട്ട് വന്ന ബയോളജിക്കൽ തെറാപ്പീസ് അത് വളരെ വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ റിതുക്സിമാബ്, അതിനുശേഷം വന്ന ബെലിമുമാബ്, ഒരുപാട് മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വോക്ലോസ്പോറിൻ. അപ്പം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സമയമാണ് SLE കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളും മരുന്നുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് റിസർച്ച് SLE കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ പുതിയ മരുന്നുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതീക്ഷാ നിർഭരമായ ഒരു കാലയളവാണ് SLE കുറിച്ച്. അപ്പോൾ SLE തീർച്ചയായിട്ടും ചികിത്സിച്ച് വരുതിയിൽ വരുത്താൻ പറ്റുന്ന അസുഖമാണ്. ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. അപ്പോൾ ശരിക്കൊരു റൊമറ്റോളജിസ്റ്റിനെ കണ്ട് ശരിയായ രോഗനിർണയം നടത്തി ഇതിൻ്റെ ചികിത്സ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ വലിയ പ്രയാസമുണ്ടാവില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതൊരു ലോങ് ടേം ട്രീറ്റ്മെൻ്റ് ആണ്. കറക്റ്റായി മരുന്ന് കഴിക്കുകയും കറക്റ്റ് ഫോളോ അപ്പിന് വരികയും ചെയ്തു കഴിഞ്ഞാൽ അസുഖം കൺട്രോളിലായതിനു ശേഷം പതുക്കെ പതുക്കെ ഡോസുകൾ കുറച്ച് നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ലൂപ്പസിനുള്ളത്. അപ്പോൾ അത് ഒരു റൊമറ്റോളജിസ്റ്റുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്ത് പോയാൽ വളരെ മിനിമൽ മരുന്നിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ചിലപ്പോൾ മരുന്ന് നിർത്താനും പറ്റിയേക്കാം.